കൊച്ചി കാക്കനാട് ഇതര സംസ്ഥാന തൊഴിലാളികൾ തമ്മിലുണ്ടായ സംഘർഷത്തിൽ 13-കാരിക്ക് ഗുരുതര പരിക്ക്. സൈബ അക്താര എന്ന പെൺകുട്ടിയുടെ തലയ്ക്കാണ് പരിക്കേറ്റത്. മറ്റൊരു കുട്ടിയുടെ അമ്മയാണ് ആക്രമിച്ചത്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും ജോയ് മോൻ ജോസ് ചേരുന്നുണ്ട്. ജോയ് മോൻ, എപ്പോഴായിരുന്നു ഈ സംഭവം? എത്ര പേരാണ് ഈ ആക്രമണത്തിൽ പങ്കാളികളായിരിക്കുന്നത്? ആർക്കൊക്കെയാണ് പരിക്കേറ്റത്? സോന, ഇന്ന് വൈകുന്നേരം ഒരു രാത്രി 7 മണിയോടുകൂടിയാണ് ഇത്തരത്തിലൊരു ആക്രമണ സംഭവം കാക്കനാട് TV സെന്ററിന് സമീപം നടക്കുന്നത്. ഇതിൽ തന്നെ ആയാലും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, അതായത് ഈ പരിക്കേറ്റ, അതായത് 2 ഇതര സംസ്ഥാന തൊഴിലാളികൾ തമ്മിലാണ് ഒരു തർക്കം ഇവിടെ ഉണ്ടാകുന്നത്. അതിനുശേഷം ആ തർക്കം മൂർച്ഛിച്ച് അത് കയ്യാങ്കളിയിലേക്കും പിന്നീട് അതൊരു ആക്രമണത്തിലേക്കും നയിക്കുകയായിരുന്നു. ഈ ആക്രമണത്തിനിടയിലാണ് ഇതുപോലെ ഒരു 13 വയസ്സുകാരിയായ ഒരു പെൺകുട്ടിക്ക് ഗുരുതരമായി പരിക്കേൽക്കുന്നത്. അത് ആ കുട്ടിയുടെ തലയിലാണ്. അതും പട്ടിക കൊണ്ടാണ് ഈ ഒരു മറ്റൊരു ഇതര സംസ്ഥാന തൊഴിലാളിയായ ഒരു സ്ത്രീ ആക്രമിക്കുന്ന. ആ പട്ടിക കൊണ്ടുള്ള ഏറ്റവും അടിയിൽ കുട്ടിയുടെ തലയ്ക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും കുട്ടിയെ നിലവിൽ ഇപ്പോൾ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരിക്കുകയുമായിരുന്നു. അപ്പോൾ ഇവർ തമ്മിൽ എന്താണ് ഇത്തരത്തിലൊരു ആക്രമണം അല്ലെങ്കിൽ ഇത്തരം തർക്കം ഉണ്ടാവാനുണ്ടായ കാരണം എന്നതൊന്നും ഈ ഘട്ടത്തിൽ നമുക്ക് വ്യക്തമല്ല. എങ്കിൽ തന്നെ ആയാലും ഈ പെൺകുട്ടിയെ കൂടാതെ തന്നെ ഈ പെൺകുട്ടിയുടെ ഈ ആക്രമണ സംഭവം ഉണ്ടാകുന്നുണ്ടെങ്കിൽ പിടിച്ചു മാറ്റാൻ ശ്രമിച്ച ഒരാൾക്ക് കൂടി പരിക്കേൽക്കുകയുണ്ടായി. ഇയാളുടെ കൈവിരൽ അല്ലെങ്കിൽ വാക്കത്തി കൊണ്ടുള്ള ആക്രമണത്തിൽ ഇയാളുടെ കൈവിരൽ അറ്റുപോവുകയും ചെയ്യുന്നു. അപ്പോൾ നിലവിൽ 2 പേർക്കാണ് ഇത്തരത്തിലൊരു ആക്രമണത്തിൽ പരിക്കേൽക്കുന്നത്. ഇതിൽ 2 പേരും കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. അപ്പോൾ നിലവിൽ പോലീസ് സ്ഥലത്തെത്തി ഉൾപ്പെടെ ഈ അടുത്ത നടപടിക്രമങ്ങൾ ഉൾപ്പെടെ തുടർ നടപടികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എങ്കിൽ തന്നെ എന്ത് തന്നെ ആയാലും കൂടുതൽ വിശദാംശങ്ങളൊക്കെ വരും മണിക്കൂറിലെ നമുക്ക് വ്യക്തമാകുള്ളൂ. എന്താ വെച്ചാൽ എന്താണ് ഇത്തരത്തിലൊരു ആക്രമണത്തിലേക്ക് നയിച്ചത്, അതിനുള്ള കാരണം എന്താണ്, ഈ പരിക്കേറ്റ ഒരു കുട്ടിയുടെ പേര് മാത്രമേ നമുക്കിപ്പോൾ വ്യക്തമായിട്ടുള്ളൂ. വേറെ ആർക്കെങ്കിലും പരിക്കുണ്ടോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരും മണിക്കൂറിലായിരിക്കും കൂടുതൽ വ്യക്തത വരിക. സോന, ജോയ് മോൻ ജോസാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.